കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ ഫാമിലി യൂസിനായിട്ട് വണ്ടികൾ എടുക്കാൻ നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടികളിൽ ഒന്ന് ഷെവർലെറ്റിന്റെ സ്പാർക്ക് ആണ്. ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് രണ്ട് ഉപകാരമാണ്. ഒന്ന്, ഷെവർലെറ്റിന്റെ സ്പാർക്ക് എടുക്കാൻ നോക്കുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. ഇനി രണ്ട്, ഈ വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. സ്പാർക്കിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ കമ്പനി നിർത്തിപ്പോയതാണ്. അതുകൊണ്ട് തന്നെ റീസെയിൽ വാല്യൂ നല്ല കുറവാണ്. ഇതിൽ ഞാൻ പോസിറ്റീവായിട്ട് കാണുന്ന കാര്യം എന്ന് പറയുമ്പോൾ റീസെയിൽ വാല്യൂ കുറവായതുകൊണ്ട് തന്നെ അത്യാവശ്യം AC പവർ സ്റ്റിയറിംഗ് തുടങ്ങിയ ഫീച്ചേഴ്സ് ഉള്ള വണ്ടി നിങ്ങൾക്ക് ചെറിയ പ്രൈസ് റേഞ്ചിൽ ഫാമിലി യൂസിനായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഈ വണ്ടി തന്നെ നമ്മൾ വെറും 59,000 രൂപയ്ക്ക് സെയിലിനായിട്ട് കൊണ്ടുവന്നതാണ്. AC പവർ സ്റ്റിയറിംഗ് തുടങ്ങിയ ഫീച്ചേഴ്സ് വണ്ടിയിൽ വരുന്നുണ്ട്. വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. 1000 cc വണ്ടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം പെർഫോമൻസ് വണ്ടിക്കുണ്ട്. AC ഇട്ട് വണ്ടി ഓടിച്ചാൽ പോലും വലിയ രീതിയിലുള്ള പവർ ഡ്രോപ്പും കാര്യങ്ങളൊന്നും വണ്ടിക്ക് വരുന്നില്ല. ഇതിൽ ഒരുപാട് ആൾക്കാർ നെഗറ്റീവായിട്ട് പറയുന്ന കാര്യം എന്ന് പറയുമ്പോൾ സ്പെയർ പാർട്സ് കിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഒരിക്കലും സ്പെയർ പാർട്സ് കിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം ജസ്റ്റ് നിങ്ങൾ തന്നെ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ നോക്കുക എത്രത്തോളം സ്പാർക്കാണ് റോഡിലുള്ളതെന്ന്. അപ്പോൾ സ്പെയർ പാർട്സ് കിട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും വണ്ടികൾ റോഡിൽ കാണാനുള്ള ചാൻസ് കുറവായിരിക്കും. അത്യാവശ്യം വേണ്ട സ്പെയർ പാർട്സ് കാര്യങ്ങളെല്ലാം നമുക്ക് നോർമലായിട്ടുള്ള ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് സ്പെയർ പാർട്സ് ഇല്ല എന്ന് തന്നെ വെക്കുക. പ്ലാൻ ബി ഉണ്ട്. അതായത് നിങ്ങൾ വണ്ടി പൊളിക്കുന്നിടത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്പാർക്കുകൾ പൊളിക്കാനായിട്ട് കയറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒറിജിനൽ സ്പെയർ പാർട്സ് നിങ്ങൾക്ക് വില കുറവിലെടുത്ത് വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഷെവർലെയുടെ മറ്റുള്ള വണ്ടികളുമായിട്ട് കമ്പയർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ സ്പാർക്കിന് അത്യാവശ്യം മെയിൻ്റെനൻസ് കോസ്റ്റ് കുറവാണ്. ഇനി സുസുക്കിയുടെ വണ്ടികളുമായിട്ട് കമ്പയർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ താരതമ്യേന കുറച്ച് മെയിൻ്റെനൻസ് കോസ്റ്റ് കൂടുതലുമാണ്. സ്പാർക്കിൽ എനിക്ക് പൊതുവേ തോന്നിയിട്ടുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ AC കംപ്രസർ പെട്ടെന്ന് വീക്കാവുന്നുണ്ട്. ഇനി കറക്റ്റ് പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യുന്ന വണ്ടികളിൽ പെട്ടെന്ന് പണികളും വരുന്നില്ല എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതാണ്. നിങ്ങൾ സ്പാർക്ക് എടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു കാരണവശാലും സ്പാർക്ക് യൂസ് ചെയ്യാത്ത, അതായത് സ്പാർക്കിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ഫ്രണ്ട്സിന്റെ അഭിപ്രായങ്ങൾ ചോദിക്കാനേ പാടില്ല. ഇനി നേരെ മറിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും സ്പാർക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരിൽ ചോദിക്കുമ്പോൾ ജെന്യൂൻ ആയിട്ടുള്ള കറക്റ്റ് റിവ്യൂ നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് അത് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് വണ്ടി എടുക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കാം. അതുപോലെ സ്പാർക്ക് എടുക്കാൻ പോകുമ്പോൾ മാക്സിമം നിങ്ങളൊരു മെക്കാനിക്കിനെ കൂട്ടിയിട്ട് പോയി വണ്ടി ഫുള്ള് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ വണ്ടിയെ കുറിച്ച് അത്യാവശ്യം കാര്യങ്ങൾ അറിയാന്നുള്ള ഒരാളെ കൊണ്ടുവന്ന് വണ്ടി ഫുള്ള് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള മെക്കാനിക്കിനെ കാണിച്ച് അത് കൺഫേം ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യം. സ്പാർക്ക് എടുക്കണോ വേണ്ടതെന്ന് എൻ്റെ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 65,000 താഴെ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് ഉള്ള വണ്ടികൾ ഫാമിലി യൂസിനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ സ്പാർക്ക് എടുക്കാനേ പറയൂ. പിന്നെ വണ്ടി ഫുള്ള് മെക്കാനിക് സൈഡ് എല്ലാം ചെക്ക് ചെയ്തെടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇനി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുമ്പോൾ OLX-ലൊക്കെ 1,00,000 പുറത്ത് വരെ സ്പാർക്കിന് വില കാണുന്നുണ്ട്. പക്ഷെ ഒരു കാരണവശാലും നിങ്ങൾ 65,000 പുറത്ത് വില കൊടുത്ത് സ്പാർക്ക് എടുക്കാൻ നിൽക്കരുത്. കാരണം നമ്മൾ തന്നെ ലാസ്റ്റ് കൊണ്ടുവന്ന 2012 ഷോറൂം കണ്ടീഷൻ ആയിട്ടുള്ള സ്പാർക്ക് കൊടുത്തത് തന്നെ ആസ്ക് ചെയ്ത പ്രൈസ് എന്ന് പറയുമ്പോൾ 59,000 ആണ്. കാരണം സ്പാർക്കിന്റെ ഒക്കെ ഒരു മാർക്കറ്റ് റേറ്റ് ഏകദേശം അത്രയൊക്കെയാണ്. അതിൽ കൂടുതൽ കൊടുത്ത് റേറ്റ് കൂടുതൽ കൊടുത്ത് എടുത്തു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നിങ്ങൾ സ്പാർക്ക് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നഷ്ടം വരും എന്നുള്ള കാര്യത്തിൽ ഡൗട്ടൊന്നും വേണ്ട. ഇനി നേരെ മറിച്ച് ഒരു 65,000 താഴെ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അത്യാവശ്യത്തിന് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം വരാത്ത രീതിയിൽ വണ്ടി പെട്ടെന്ന് സെയിലാക്കാനും പറ്റും. ഇനി നിങ്ങൾ ഏത് വണ്ടി എടുക്കാൻ പോയാലും ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ വണ്ടിയുടെ പേപ്പർ ഭാഗങ്ങളെല്ലാം കറണ്ട് ആണെന്ന് നോക്കണം. കാരണം എന്ന് വെച്ചാൽ 2020 അതായത് ഒരു 5 വർഷത്തെ ടെസ്റ്റ് വണ്ടിക്ക് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും പേപ്പർ ഭാഗങ്ങളെല്ലാം അതുവരെ ഫിറ്റ് ആണെന്ന്. പക്ഷേ ഇതിന്റെ ഇടയിൽ ടാക്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ടാക്സ് ചിലപ്പോൾ 5 വർഷം ഫിറ്റ്നസ് ഉള്ള വണ്ടിക്ക് ചിലപ്പോൾ 1 വർഷം ടാക്സേ കാണുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് ടാക്സും കാര്യങ്ങളെല്ലാം ഈ പറയുന്ന ഡേറ്റിലുണ്ടോ എന്ന് കറക്റ്റായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിനുശേഷം പഴയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ അണ്ടർബോഡി, പഴയ വണ്ടിയായാലും പുതിയ വണ്ടിയായാലും അണ്ടർബോഡി മെയിനായിട്ട് നോക്കുക. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് പേച്ച് വർക്കും കാര്യങ്ങളൊക്കെ കയറി പേച്ച് വർക്കിനൊക്കെ അത്യാവശ്യം നല്ല എമൗണ്ട് ആവും. അതുകൊണ്ട് അടിയിൽ പേച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കുക. ജസ്റ്റ് മൊബൈൽ ക്യാമറ വൈഡ് ആക്കിയിട്ട് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. ബാക്കി മേജർ ആക്സിഡന്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ നോക്കി തന്നെ എടുക്കണം. ഇനി അഥവാ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ പേച്ച് വർക്കും അതേപോലെ വണ്ടി ആക്സിഡന്റ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള റേറ്റ് കുറച്ചിട്ട് ചെറിയ വിലക്ക് എടുത്തു കഴിഞ്ഞാൽ വേറെ നഷ്ടം കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ യൂസ് ചെയ്യാവുന്നതുള്ളൂ. വണ്ടിയാണ് അപ്പോൾ തട്ടുമുട്ടും കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ കംപ്ലൈൻറ്റും കാര്യങ്ങളെല്ലാം വരും. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള റേറ്റ് താഴ്ത്തി എടുത്തു കഴിഞ്ഞാൽ വേറെ പ്രശ്നമില്ല. ഇനി നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും അറിയാതെ അത്യാവശ്യം റേറ്റ് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നഷ്ടവും സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. 2009 മോഡൽ സ്പാർക്കാണ്. 3rd ഓൺഷിപ്പിൽ 91,000 കിലോമീറ്ററാണ് വണ്ടി ടോട്ടൽ ഓടിയിട്ടുള്ളത്. ആക്സിഡന്റ് ഹിസ്റ്ററിയും വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും വണ്ടിക്ക് വരുന്നില്ല. 5 വർഷം അടുപ്പിച്ച് ഫിറ്റ്നസും വണ്ടിക്ക് ടാക്സും വരുന്നുണ്ട്. ഇൻഷുറൻസ് പൊല്യൂഷനും ഈ വർഷം ലാസ്റ്റ് അതായത് നവംബർ വരെ വാലിഡ് ആയിട്ടുണ്ട്. വണ്ടിയിൽ അത്യാവശ്യം വേണ്ട ബേസിക് ഫീച്ചേഴ്സ് ആയ AC പവർ സ്റ്റിയറിംഗ്
സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വണ്ടിയിൽ വരുന്നുണ്ട്. ടയർ ഫാങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഓടാനായിട്ടുള്ള ടയർ ഫാങ്ങൾ വണ്ടിക്ക് വരുന്നുണ്ട്. വണ്ടി കാണാനായാലും അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വണ്ടി എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മളെ കോൺടാക്ട് ചെയ്യാം. ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ആറിനാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വന്ന് വണ്ടി ഫുള്ള് ചെക്ക് ചെയ്ത് നോക്കിയതിനു ശേഷം നിങ്ങൾക്ക് റീസണബിൾ പ്രൈസ് ആണ് എന്ന് തോന്നാനെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കാവുന്നതാണ്. ഈ വണ്ടിക്ക് നമ്മൾ ആസ്ക് ചെയ്തത് വെറും 59,000 രൂപ മാത്രമാണ്. ഇതുപോലുള്ള ഒരുപാട് ലോ ബഡ്ജറ്റ് വണ്ടികൾ നമ്മളെ ചാനലിൽ കൊണ്ടുവരുന്നതായിരിക്കും. മിസ്സാവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ബൈ.